യുവ സൂപ്പർ സ്റ്റാർ. അത് അല്ല, അത് ടൊവിനോയും ബേസിലും ഒക്കെ അവിടെ ഇങ്ങനെ അവരുടെ പേരുകളിൽ അത് വരുന്നു. ടോവിനോ ഓക്കെ, ബേസിൽ പറ്റൂല അത്. താങ്കളെ പോലെ എല്ലാ മാസവും പുള്ളിക്കുണ്ട് സിനിമ കേട്ടോ. ഈ നവംബറിലും ഉണ്ട് സൂക്ഷ്മദർശിനി. ഈ അവൻ ഇതെല്ലാം ആഴ്ചയാണ്, അതെല്ലാം മുദ്ര ശ്രദ്ധിക്കണം. എല്ലാ ആഴ്ച നിനക്ക് ഇന്റർവ്യൂ ഉണ്ടല്ലോ. അതുണ്ട്. ഞാൻ റീസെന്റ് ഗോകുൽ സുരേഷിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദുൽഖർ ഇന്റർവ്യൂല് ഞാൻ ചെയ്തപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഫേവറേറ്റ് ആക്ടർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗോകുൽ പറഞ്ഞു മമ്മൂക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ അച്ഛനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ. ദുൽഖർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ വാപ്പ കഴിഞ്ഞിട്ടാണ്, വാപ്പ കഴിഞ്ഞിട്ടാണ് ആരും ഉള്ളൂ. ഞാൻ ധ്യാനിന്റെ അടുത്ത് ചോദിക്കാണ് ഹു ഇസ് യുവർ ഫേവറേറ്റ് ആക്ടർ. എന്റെ മർലൻ ബ്രാൻഡ് കേട്ടിട്ടില്ലല്ലേ? കേട്ടിട്ടുണ്ട്. മെർലിൻ മൺറോ കേട്ടിട്ടുണ്ടോ? മൺറോ എന്താ അതായിരുന്നു പുള്ളിയുടെ മൈൽ വന്നത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ അങ്ങനെ താങ്കളുടെ ഫേവറേറ്റ് ആക്ടർ അതാണ്. മർലൻ ബ്രാൻഡ് സ്വന്തം അപ്പനല്ല, അപ്പൻ ഇവിടെ കിടക്കണം, മർലൻ ബ്രാൻഡ് ഇവിടെ കിടക്കണം. ഓക്കെ. ഇനി ഈ സിനിമയെ കുറിച്ച് കാണാൻ വരുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണ്? കാണാൻ വരുന്നവരോട്, കാണാൻ വരാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കാണാൻ ചിന്തിക്കുന്നവർ, ഓൾറെഡി വരുന്നവരോട് എല്ലാരും വരണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. ഒറ്റ വാക്കില് വരണം, കാണണം, വിജയിപ്പിക്കണം. എന്നെ ഒരു അഡ്വാൻസ് സ്റ്റാർ ആയിട്ട് നിർത്തരുത്. ഞാൻ വിചാരിച്ചെടുത്ത സൂപ്പർ സ്റ്റാർ നിനക്കറിയാലോ, അറിയില്ലേ? ധ്യാനൊരു പാട്ട് പറയും, അത് ഇവർ രണ്ടുപേരും ആർക്കും പറയാം. അത് കേട്ടിട്ട് അത് ഗസ് ചെയ്യണം അത് ഏത് പാട്ടാണെന്ന്. വളരെ സിമ്പിൾ ആയിട്ട്. എനിക്കാണ് ടാസ്ക്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന കേൾക്കാം. നീ പാടിക്കോ, അതാ നല്ല. നീ പറഞ്ഞു. ഓ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ, വേണ്ട. അതല്ല എളുപ്പം. ഇങ്ങനെ തിരിഞ്ഞിട്ട് പെട്ടെന്ന് ലിപ്പ് ക്യാച്ച് സ്ട്രൈറ്റ് നിൽക്കില്ല. പക്ഷെ നിങ്ങളല്ലേ ഇപ്പൊ സെറ്റിൽ ഒത്തിരി കാലം ഒരുമിച്ച് നിന്നാ നിങ്ങൾക്കായിരിക്കും സ്വയം പരിചയം കൂടുതൽ. ഓ എന്തൊരു സ്നേഹം. ആദ്യം ധ്യാൻ ഒരു പാട്ട് പറയും, ചുണ്ട് മാത്രം അനക്കാൻ പറ്റത്തുള്ളൂ. 1 2 3 എന്ന് കാണിച്ചിട്ട് പാട്ട് പറയണം. പുള്ളി പറയും പാട്ട് ഏതും പറഞ്ഞോ. മിഴിയറിയാതെ വന്നു നീ. അത് ഭയങ്കര പെട്ടെന്നായിരുന്നു. ഓ എനിക്ക് വരെ കിട്ടി. പൂവേ പൂവേ ഡയറക്ടർക്ക് കൊടുക്ക. ഡയറക്ടർക്ക് നോക്കട്ടെ. ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഇത്ര എളുപ്പത്തിൽ ആ പാട്ട് പാടിയിട്ടല്ലേ? ഞങ്ങൾ മനസ്സിലാലോചിച്ച പാട്ട് ഒന്നുമല്ല. ഡയറക്ടർ അയ്യോ എനിക്ക് അങ്ങനെ പറ്റൂല. പേടിച്ചിട്ട് അത് മാറ്റി ചെവിയുന്നത്. 1 2 3 അതല്ലടാ, ആ ചെവിയിലുള്ള പാട്ട് പറയാനല്ല പറഞ്ഞത്. നിന്റെ ചെവി കേൾക്കുന്ന പാട്ട് പറയാനാണോ നിനക്ക് ഇത് തന്നത്? ഇതാണോ നീ ഉദ്ദേശിച്ച ടാസ്ക്? ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചില്ല. നീ ചെവിയിൽ വെക്കുക, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. രേണു പാടുന്ന പാട്ടായെന്ന് കണ്ടുപിടിക്കണം.